ഹായ് ഫ്രണ്ട്സ്, ഒരു അടിപൊളി വെജിറ്റബിൾ സമൂസയുടെ റെസിപ്പി കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി വരാം. അതിനുവേണ്ടി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, ബീൻസ്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പൊട്ടാറ്റോ അതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മല്ലിയില. ഇത് ക്യാനിൽ വരുന്ന ഗ്രീൻ പീസാണ്, അല്ലെങ്കിൽ ഗ്രീൻ പീസ് പുഴുങ്ങി വെക്കണം കേട്ടോ, വേവിച്ച് വെക്കണം. അതിനുശേഷം ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള അതുപോലെ ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം. ബീൻസ് കുറച്ച് വേവുള്ളതായതുകൊണ്ട് ആദ്യം തന്നെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയതിന് ശേഷം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടി ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി മൂടി വെക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കി അതിനുശേഷം മൂടി വെക്കാമെന്നേ. അത് തുറന്നിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മളിതിലേക്ക് ഗരം മസാലയോ അല്ലെങ്കിൽ ചാറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചാറ്റ് മസാല ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാനിതിലേക്ക് ചാറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചാറ്റ് മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം സ്മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം എല്ലാം കൂടി. അതിനുശേഷം ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് അതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി വെക്കാമെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ ഞാൻ മൈദയിൽ വെള്ളം ഒഴിച്ച് ഒരു പശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ പശ ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന ഷീറ്റിൽ ഇതേപോലെ സമൂസ ചുറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇത് ഓരോന്നോരോന്നിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. സമൂസ ഉണ്ടാക്കാൻ അത്രേ പണുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടിയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പുതുറ പരിപാടി ഉണ്ടായിരുന്നു, അതിലേക്കാണ് ഞാൻ ഈ സമൂസ ഒക്കെ ഉണ്ടാക്കി. ഇതിൽ 80 സമൂസകളുണ്ട് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.